കുതിരാൻ ഇരുമ്പുപാലത്തിലുള്ള റെജി എന്ന ആളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ രാത്രി ഒറ്റയാൻ ഇവിടെയാണ് ഭീതി വിതച്ചത്. ഈ കാണുന്ന കുന്നിന് താഴേക്ക് ഇറങ്ങി വന്ന ഒറ്റയാൻ ആ ഇരുമ്പ് തൂണൊക്കെ അടിച്ച് തകർക്കുകയായിരുന്നു. റെജിയുടെ വീട്ടിലെ വളർത്തു നായ ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് കുരയ്ക്കുന്ന ശബ്ദമാണ് നമ്മൾ ആ വീഡിയോയിൽ കേട്ടത്. നായ ആനയെ കണ്ടതിന് ശേഷം ടെറസിന് മുകളിലേക്ക് ചാടിക്കയറി അവിടെ അഭയം പ്രാപിക്കുന്നതൊക്കെ തന്നെ കാണാമായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഭീതി പ്രദേശവാസികൾക്കുണ്ട്. വീട്ടുടമയായ റെജി നമ്മോടൊപ്പം ചേരുന്നു. റെജി, എത്രത്തോളം ഭീതിയുള്ളതായിരുന്നു ഇന്നലത്തെ അനുഭവം? ഇന്നലത്തെ ഭീതി എന്ന് പറഞ്ഞാൽ എന്നും ഭീതി തന്നെയാണ്. ഇന്നലത്തെ ഭീതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ കടുപ്പമായി പോയി. കാരണം ഇന്നലെ ഒരു 9:30 കൂടിയാണ് ആന ഇവിടെ എത്തിയത് ഫസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പ് വന്നപ്പോൾ പട്ടിയുടെ ബഹളം കേട്ട് അത് സ്പീഡിൽ ഓടിപ്പോവായിരുന്നു. രണ്ടാമത് വന്നത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് പട്ടികൾ കുറച്ചപ്പോൾ നേരെ ഇടിച്ച് എൻ്റെ വീടിൻ്റെ അവിടേക്ക് ഫ്രണ്ടിലേക്ക് കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന തൂണുകളൊക്കെ ഒന്ന് ചവിട്ടി ഇതൊക്കെ ആക്കുകയും ചെയ്തു. പിന്നെ വന്നത് മൂന്നാമത് വന്ന് 12:30 മണിയുടെ അടുത്തേക്കായി. അപ്പോൾ മൂന്നാമതും വന്നു. അതുപോലെ തന്നെ നാലാമതും വന്നു ആന. 4 തവണ ഇന്നലെ 4 തവണയാണ് ആന എത്തിയത്. ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി വേറെ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുവിടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കുങ്കിയാനകളെ ഇന്ന് പുലർച്ചയോടുകൂടി വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളാണ് എത്തിയിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ ഓപ്പറേഷൻ ഉടൻ തുടങ്ങും. ചേച്ചി, എന്താണ് വലിയ പ്രതീക്ഷയുണ്ടോ ഇതിൽ പ്രതീക്ഷയുണ്ട്. കുങ്കിയാനനെ കണ്ടല്ലോ, നമ്മൾ നേരിട്ട് കണ്ടതിൻ്റെ പേരിൽ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഈ വനത്തിൽ വിടാതെ വേറെ ഏതെങ്കിലും ഉൾക്കാട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ബെൻസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തും ഇല്ല, ഒരു വശത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബെൻസിങ് ഒന്ന് ശരിയാക്കി വിട്ടാൽ നല്ലതായിരിക്കും. അത് ആനേനെ കൊണ്ടുപോയതിന് ശേഷമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആന ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. വളരെ പേടിയിലാണ് ഇരിക്കുന്നത്. ഒരു മനസ്സമാധാനം ഇല്ലാതെ കുറേ നാളുകളായി ഞങ്ങൾ കിടന്നിട്ട് വിഷമിച്ചിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് സ്ഥിതി. കുങ്കിയാനകൾ രാവിലെ മറുഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുങ്കിയാനകളെ വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃത്യസമയത്ത് എപ്പോൾ തുടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വൈകാതെ തുടങ്ങുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഉൾക്കാട്ടിലേക്ക് തുരത്തിയ ശേഷം ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നടന്നില്ലെങ്കിൽ പിന്നീട് മയക്കുവെടി വെക്കുന്ന കാര്യത്തിലേക്ക് കടക്കേണ്ടി വരും. ചേച്ചി, മയക്കുവെടി വെച്ച് ആനയെ തുരത്തണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും മയക്കുവെടി വെച്ച് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ ദുരിതം ഒന്ന് ഒഴിവാക്കി തരിക. കൊച്ചു കുട്ടികളും വയസ്സായവരും എല്ലാവരും ഭയങ്കര ഉറക്കൊഴിച്ചിരുന്ന പ്രഷർ കൂടും, അതിന് പിന്നെ ഡബിൾ മരുന്നുകൾ കഴിക്കണം. അങ്ങനെയുള്ള സ്ഥിതികളാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ 1 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ പഠിപ്പ് അതങ്ങനെ. പിന്നെ ഇവൻ റോന്ത് ചുറ്റി നടക്കുക, എന്താ പറഞ്ഞാൽ പറവുകാർ നടക്കുന്ന പോലെ അതിലേ ഇറങ്ങി വട്ടം കയറി ഇതിലേ വന്നു. ഇതാണ് ഇവിടുത്തെ അനുഭവം. എൻ്റെ വീടിൻ്റെ തൊട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ അവർ 4 കമ്പി വലിച്ചിട്ട കാരണം ഇപ്പുറത്തേക്ക് കയറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ ഈ പീച്ചി റേഞ്ചിലും വേണ്ട, വാഴാനി റേഞ്ചിലും വേണ്ട, വേറെ എവിടെയെങ്കിലും ഇവനെ കൊണ്ട് വിടണം. എന്ന് വെച്ചാൽ ഈ റേഞ്ച് മുഴുവനും അവനറിയാം. ഈ ഭാഗത്തൊക്കെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന കൊമ്പൻ ചേലക്കര ഭാഗത്ത് ഇറങ്ങുന്നു, മറ്റു ഭാഗങ്ങളിലൊക്കെ എത്തുന്നു. ഈ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. എന്തായാലും വനം വകുപ്പിൻ്റെ കുങ്കിയാനകൾ വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ വൈകാതെ തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.